ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പിൾസ് ആയ മീറ്റ് മീഡിയയുടെ ഏറ്റവും പുതിയ വീട്ടിലാണ് റൂഹ്. റൂഹിൽ എന്തൊക്കെയാണ് ഇവർ ഒരുക്കി വെച്ചേക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങള് ഹൗസ് വാമിങ് കാരണം നമുക്ക് ഇൻസ്റ്റയിൽ കേറാൻ പറ്റും. എവിടെ തുറന്നാലും റൂമും നിങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ആൾക്കാർ പറയില്ലേ ഡ്രീം കം ട്രൂ. ആക്ച്വലി നമ്മുടെ വീട് ഡ്രീം കം ട്രൂ അല്ല, ഇതൊരു വിഷൻ കം ട്രൂ ആണ്. നമ്മുടെ ഒരു വിഷൻ ആയിരുന്നു, ഡ്രീം ഉണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു. വീട് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം, ഇന്ന എലമെന്റ്സ് വേണം. നമ്മുടെ ലൈറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ഷാൻഡിലിയർ ആണ് കേട്ടോ ഇത്. 2 ടോണിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ലൈറ്റിലും ക്രിസ്റ്റൽ കളറിലും ചെയ്യാൻ പറ്റും. വാമിലാണ് ഇപ്പൊ ഉള്ളത്, വാമിലാണ്. ഇപ്പൊ ഭയങ്കര വെളിച്ചമുള്ളതാണ് ആ വാമിന്റെ ആ ഡെപ്ത് മനസ്സിലാവാത്തത്. പിന്നെ ഈ കാണുന്ന ഇതില്ലേ, ഇത് മാർബിൾ ആണ്. ഈ വൈറ്റ് കാണുന്നില്ലേ, ബ്ലോക്ക് അത് മാർബിൾ ആണ്. ഈ കാണുന്ന ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അതും ഇതുപോലെ ഓരോരോ ക്രിസ്റ്റൽ വെച്ച് സെറ്റ് ചെയ്താ. ഇതിനും ഏകദേശം 8 to 10 hours എടുത്തു ഇത് ഫിക്സ്. കാരണം ഓരോന്ന് വെക്കണം. ആൾക്കാർ ഇത്രയും വാടം വരും, പാവങ്ങൾക്ക് കൊടുത്തുകൂടെയെന്ന് ചിലപ്പോ ആൾക്കാർ പറയും. പക്ഷെ ഇതൊക്കെ നമ്മളുടെ 2 കിട്ടുമോ? ഇത് 10 ഇല്ല, 6. കുക്ക് ചെയ്യോ? എന്നെ കുക്ക് ചെയ്യും. ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്, ഫുള്ളി ലോഡഡ് കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ചിമ്മിനി ഉണ്ട്, സ്റ്റവ് ഉണ്ട്, അതെല്ലാ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഇൻഡക്ഷൻ, ഡബിൾ സൈഡിൽ വെക്കാൻ പറ്റുന്ന ഇൻഡക്ഷൻ ഉണ്ട്. പിന്നെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെയാന്ന് വെച്ചാൽ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ മോട്ടീഫ് ഡിസൈൻ ചെയ്തതാണ്. ഇതിലൊന്നും നമ്മളുടെ ഒരു ഹാൻഡും ഇല്ല, കയ്യുമില്ല. ഈ ഡോറിന് അവർ കുറേ പണി എടുത്തിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് കണ്ടായിരുന്നോ? ഇപ്പൊ ഇത് കണ്ടോ, ഇത്രയും തിക്കിലാണ് ഈ ഡോറ്. നല്ല വെയിറ്റ് ഉള്ള ഡോറാണ്. ഇത് CNC ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും ഒരു ഡെപ്ത് ഉണ്ട് ഇതിന്. ഇതിന്റെ ഡിസൈനില് ഒരു 1/2 ഇഞ്ചോളം ഡെപ്ത് ഉണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലാച്ച് ഞാൻ കാണുന്നത്, ഈ കൊടുക്കുന്നത്. അപ്പൊ ഇവരത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവർ ചെയ്താണ്. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് കൂട്ടാം. സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് കുറേ കാലത്തിന് ശേഷം ഡിസ്കസ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ബുദ്ധൻ. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇത് ആക്ച്വലി ഇതിന്റെ സ്റ്റോൺ ഒക്കെ വന്നിരിക്കുന്നത് തായ്ലൻഡിൽ നിന്നാണ്. പക്ഷെ ഇത് കാർവ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിന്നാണ്. ഇത് ഏകദേശം ഒരു 510 kg വെയിറ്റ് ഉണ്ട്. ആൾക്കാർക്ക് പൊന്തിക്കാൻ പറ്റില്ല. ഇത് ക്രെയിന് വെച്ചിട്ടാണ് നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയത്. മെരീനെ ഞാൻ ആദ്യം കണ്ടു, നമ്മൾ രണ്ടുപേരും കണ്ടു. നമ്മുടെ കല്യാണം ആദ്യം ജാതകം അത് ഇതെന്നൊക്കെ പറഞ്ഞു കുറെ പ്രശ്നങ്ങളൊക്കെ ആയി, നടക്കില്ല എന്നാണ്. പിന്നെ മെരിക്ക് വേണ്ടി ഞാൻ ചെക്കനെ തേടി, എനിക്ക് വേണ്ടി അവള് പെണ്ണിനെ തേടി, മാട്രിമോണിയില അങ്ങനെയൊക്കെ. നമ്മളെ കല്യാണം ഒരു വർഷത്തോളം നീണ്ടുപോയി. പിന്നെ നമുക്ക് തോന്നി നമ്മള് തന്നെയാണ് കല്യാണം കഴിക്കേണ്ട ആള്. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മള് കല്യാണം കഴിക്കുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പിൾസ് ആയ മീറ്റ് മീഡിയയുടെ ഏറ്റവും പുതിയ വീട്ടിലാണ് റൂഹ്. റൂഹിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ റൂഹിൽ എന്തൊക്കെയാണ് ഇവർ ഒരുക്കി വെച്ചേക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് കാണാം. വാ. ഹലോ, വെൽക്കം ഹോം. വെൽക്കം ടു റൂഹ്. ഹായ്. ഓ, കരച്ചിലൊക്കെ മാറിയോ? ഞാൻ കരയുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ഭയങ്കര കച്ചറയാണ്. നമ്മളെ ഇറക്കി വിട്ടേ. ഇതാരാ നോക്ക്, മസ്താനി. ഇത് മസ്താനി അറിയില്ല, നമ്മൾ കുറച്ചായിട്ട് പരിചയപ്പെട്ടിരുന്നു. ഇതാണ് നിങ്ങളുടെ റൂഹ് അല്ലേ? ഇതാണ് നമ്മളുടെ റൂഹ്. ഇപ്പം ആദ്യത്തെ ഇംപ്രഷൻ ഭയങ്കര ഹൈറ്റിലുള്ളൊരു വീട്. അതെന്താ അറിയോ, നമ്മളെല്ലാരും കുഞ്ഞു ആൾക്കാരാ. അപ്പൊ വീടെങ്കിലും നല്ല ഹൈറ്റ് ആയിരിക്കട്ടെ വിചാരിച്ച്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു ഇതുവരെ അധികം കാണാത്തൊരു സ്റ്റൈലല്ലേ?
ഈ ഒരു ഡബിൾ ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേങ്കില് കംപ്ലീറ്റ് ഓപ്പൺ ആയതുകൊണ്ട് ഒരു ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മളിപ്പം റൂഹിന്റെ ലിവിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു റീസൺ പറഞ്ഞു ഇത്ര ഹൈറ്റിൽ വെക്കാൻ, പക്ഷെ അതല്ലാണ്ട് ശരിക്കുള്ളൊരു റീസൺ എന്താ? ആക്ച്വലി ഇല്ലേ, ഈ വീടിന്റെ കംപ്ലീറ്റ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് തന്നെ. അപ്പോൾ ആർക്കിടെക്റ്റിനോട് അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കംപ്ലീറ്റ് നിങ്ങൾക്ക് വെളിച്ചം നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടും. അതിപ്പോ രാത്രി ആയാലും പകലായാലും ഫുള്ള് ലൈറ്റ് കിട്ടും. കാറ്റും വെളിച്ചവും ഏത് കോർണറിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല കാറ്റും വെളിച്ചം കിട്ടും. പിന്നെ ഇതിനൊരു വേവ് ഡിസൈനാണ്. ഇപ്പം കയറി വരുമ്പോൾ തന്നെ ഡോറ് കണ്ടോ, ആ ഡോറിന് ഒരു പാറ്റേൺ തന്നെ ഒരു വേവ് ആണ്. അങ്ങനെ ഇവിടെ എല്ലാവരുടെയും പോകുമ്പോൾ ആ ഒരു കണക്ട് ആയിട്ടുള്ളൊരു വേവ് ഉണ്ടാവും. അപ്പം നമുക്ക് എനിക്കും അങ്ങനെ തന്നെ. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം അടഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പം പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഡബിൾ ഹൈറ്റ്, പിന്നെ ഇത്രയും കാറ്റും വെളിച്ചവും. പിന്നെ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ, ഇവിടെ ക്യാമറ വെച്ചാൽ ലൈറ്റ് വേണമല്ലോ. അതുമല്ല ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരിക്കും. അതൊക്കെ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഡബിൾ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ചൂടറിയില്ല എന്നാണ് എഞ്ചിനീയേഴ്സ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് പണ്ടത്തെ ഓടൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്തത്, അത്ര ചൂട് അറിയത്തില്ല. ഓക്കെ, പക്ഷെ എന്തായാലും കൊള്ളാം. ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എയ്സ്തെറ്റിക് ടച്ച് ഉണ്ട് എല്ലായിടത്തും. നിങ്ങൾ എയ്സ്തെറ്റിക് ഫാൻസ് ആയതുകൊണ്ടാണോ? നമ്മൾ രണ്ടുപേരുടെ ടേസ്റ്റ് ഇല്ലേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാന്ന് തോന്നും. പിന്നെ ചില സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ഡിസൈൻ, ചില സ്ഥലത്ത് ഒരു ട്രഡീഷണൽ, അങ്ങനെയൊക്കെ ഒരു ഫ്യൂഷൻ ആണ്. നമ്മുടെ വീടിന്റെ കംപ്ലീറ്റ് ഡിസൈൻ ഒരു ഫ്യൂഷൻ ഡിസൈൻ ആണ്. അതിന് നമ്മൾ കെൻസിനോട് താങ്ക്സ് പറയണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ന സ്ഥലത്ത് ഇന്ന കളേഴ്സ് വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് ബേജ് ഇങ്ങനെ ഒരു ലൈറ്റ് കളേഴ്സ്. നമ്മളുടെ കംപ്ലീറ്റ് വീട് നോക്കിക്കഴിഞ്ഞാൽ, വീട് എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങളോളം താമസിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു അട്രാക്ഷൻ കഴിഞ്ഞ് പിന്നെ കുറച്ച് നമുക്കതൊരു ഇറിറ്റേഷൻ ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഏത് കളർ നോക്കി നമുക്ക് എപ്പോൾ കണ്ണിനൊരു കുളിർമ തോന്നുന്ന ഒരു റീഫ്രഷ് തോന്നുന്ന ഒരു കളർ, ഒരു സെറ്റിൽ ആയിട്ടുള്ള കളർ. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത ഡിസൈനാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മസ്താനി ഇപ്പോൾ എവിടെ ഇരുന്നാലും ആ ഒരു ഫീലാണ്, ഒരു കൂൾ ആൻഡ് കാം, ഒരു വൈബ്രൻസ് ആണ്. പിന്നെ നല്ല ലൈറ്റ് ഉണ്ട്, നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. നമ്മളെപ്പോഴും ഈ സൺകിസ്റ്റിന്റെ ആൾക്കാരാണോ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം പാഞ്ചാലി ബിസിനസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ആദ്യമൊക്കെ സാരി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന റോഡുമ്മിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. അപ്പൊ ഇതാകുമ്പം നമുക്ക് എവിടെ ഷൂട്ട് ചെയ്താലും സാരീന്റെ കറക്റ്റ് കളർ കിട്ടും, നല്ല ഫ്രെയിം കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാനിൽ ലിസ്റ്റ് ഇട്ടിട്ടാണ് ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോയത് തന്നെ. അപ്പൊ അതിന്റെ ഒരു 200% നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് ഗ്ലാസ് ഇത്രയും ഹൈറ്റില് വെച്ചല്ലേ? ഈ സൈഡില് ഗ്ലാസ് അല്ലേ? രണ്ട് സൈഡിലും ഗ്ലാസ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ബോളിവുഡ് മൂവീസൊക്കെ ഇൻസ്പയർ ആകുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പണ്ടേ നമ്മൾ ഇങ്ങനെ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും, പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്കൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. കരൺ ജോഹറിന്റെയും മറ്റേ നമ്മുടെ ആരാണ് മറ്റേ മസ്താനി മൂവി എടുത്ത ആളാ പേരുന്നതിനും ബൻസാലി, അവരുടെ കേർട്ടൻസ് കണ്ടിരുന്നു. ഭയങ്കര ഹൈറ്റ് ആയിരിക്കും, ഭയങ്കര ഫ്ലോ ആയിരിക്കും. അപ്പൊ അതൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. സഞ്ജയ് ലീല ബൻസാലിന്റെ ടൈപ്പ് ഒരു ബോളിവുഡ് സ്റ്റൈലൊക്കെ വേണം. അങ്ങനെയാണ് ഇതൊക്കെ പ്ലാൻ വന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ വേണം. പിന്നെ ഒരു വിന്റേജ് ടച്ചും കൂടി കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഫാൻ. ഇതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ടച്ച് ഉണ്ട്. ആ കളേഴ്സ് ഒക്കെ. അതുകൊണ്ടാണ് ഈ ഫാൻസ് ഒക്കെ നമ്മൾ ആർക്കിടെക്ട് തന്നെ എവിടെയോ പോയി തെരഞ്ഞു പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വീണു. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പൊ കറക്റ്റ് അവിടെ ഒരു സാധനം വന്നേരം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ഇവിടെ ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുവന്നതൊക്കെ നമുക്ക് ഈ ഒരു വീട്ടിൽ എവിടെയും കൊണ്ടുവെക്കാൻ പറ്റുന്ന ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. ആ ഒരു സെയിം സ്റ്റൈൽ അവര് ഫോളോ ചെയ്ത് കൊണ്ടുവന്നു. അതെ, നമ്മുടെ ടേസ്റ്റ് അവർ അറിഞ്ഞു. എത്ര നാളുകൊണ്ട് പണി തീർത്തതാ? ഇതൊരു 1.5 വർഷം അല്ലെ, അപ്രോക്സ് ഒരു 1.5 ഇയറിൽ. നമ്മൾ 1 ഇയർ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മളുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. പിന്നെ നമ്മുടെ ഭഗവതി ഉള്ളത് കാരണം പിൻട്രസ്റ്റിൽ ഓരോ പ്രാവശ്യം പോയി നോക്കും, ഓരോ പുതിയ ഡിസൈൻ. അപ്പം ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആർക്കിടെക്റ്റിനെ വിളിക്കുന്നു. എനിക്ക് ഇതാക്കിയാലോ, ഈ കളർ ആക്കിയാലോ, ഈ ഡിസൈൻ ആക്കിയാലോ. അങ്ങനെ മാറി ഡിസൈൻ മാറ്റുമ്പോൾ കുറേ ടൈപ്പ് മാറുമല്ലോ, പലതും അവർക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയാണ് കുറച്ചും കൊല്ലും. പിൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്കും പിൻട്രസ്റ്റിലുള്ള മാത്രമേ ഉള്ളൂ, അല്ല കെൻസ് ഒരുപാട് അവരുടെ
യുണീക്ക് നമുക്ക് ഐഡിയാസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡേഴ്സിനെയും ആർക്കിടെക്ടിനെയും കിട്ടി. ഒരു പ്രൊഫഷണൽ ആർക്കിടെക്ട് ആയാലും പിന്നെ നമ്മൾ ഭയങ്കര ഒരു ചഡ്ഡി ബഡ്ഡി ദോസ്തായിപ്പോയി. അപ്പൊ അങ്ങനെ അവരുടെ ഒരു 200% അവർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു ഡ്രീം റിസൾട്ട് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് അത് അത്ര നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അത് സ്റ്റിൽ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിലും എല്ലാരും വിളിച്ചു പറയുന്നത് നിങ്ങള് ഹൗസ് വാമിങ് കാരണം നമുക്ക് ഇൻസ്റ്റയിൽ കേറാൻ പറ്റും, എവിടെ തുറന്നാലും റൂമും നിങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് അത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ലേ അല്ലേ, നമ്മൾ വിചാരിച്ചതില്ല അത്ര ഹിറ്റ് ആവുന്നു. ഗോഡ് ഗ്രേസ് അങ്ങനെ ആയി വന്നു. എന്തായാലും 2026 പുതിയൊരു വർഷം, പുതിയൊരു തുടക്കം, പുതിയൊരു വീട്. അത് നമുക്ക് ഭയങ്കര ഒരു എന്താണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പുതിയ വർഷത്തിൽ തന്നെ നമുക്കിത് പൂജ ചെയ്യണമെന്ന്. അങ്ങനെയാണ് 2026 നമ്മൾ 1-ാം തീയതി ആയിരുന്നു നമ്മളുടെ പൂജ. അപ്പം അത് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പം എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? എത്ര ഉണ്ടാവും ഏകദേശം ഒരു ഗസ് ചെയ്തു? എനിക്ക് 3 3000 ഞാൻ വിചാരിച്ചു 3 something 4,000 ഇല്ല, about 4,000 മേലെ. അല്ലല്ല, above അല്ല, 4,000-നുള്ളില് 4,000 ആയിട്ടില്ല. കറക്റ്റ്. അല്ല 3,000 4,000 വലിയ വ്യത്യാസം, 1000 ഡിഫറൻസ്. എന്നാലും ഏറെക്കുറെ 1000 ഉള്ളൂ. നമുക്ക് ആക്ച്വലി ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ ഫുൾ ചുറ്റി നടന്ന് കണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. എനിക്ക് ഏറ്റവും ഈ വീട്ടിൽ ഏറ്റവും നമ്മളോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടേക്ക് പോയാലോ? അപ്പൊ ഇതാണോ ഫേവറേറ്റ് സ്പേസ്? ഇത് എന്റെ ഫേവറേറ്റ്. നമുക്ക് ആദ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് നമുക്ക് എപ്പോഴും സ്ട്രെസ്, ടെൻഷൻ, അതൊക്കെ നമുക്കൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യണ്ടേ. ഇവിടെയാണോ? ഇനി അങ്ങോട്ട് അങ്ങ് നോക്ക്, ഇങ്ങനെയുണ്ട്. നല്ല സുഖം. അത് ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര calm and ഇത് ആക്ച്വലി മെറിക്കായിട്ടുള്ള സ്പെഷ്യൽ പ്ലേസ് ആണ് കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യും? അല്ല, ഇവർക്ക് മെഡിറ്റേഷൻ ആവശ്യമാണ്. കാരണം ഇത്രയും സ്ട്രെസ്സും ടെൻഷനും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പേഴ്സണൽ സ്പേസ്, നമുക്കൊരു റിലാക്സ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് കുറേ കാലത്തിന് ശേഷം ഡിസ്കസ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ബുദ്ധൻ. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇത് ആക്ച്വലി ഇതിന്റെ സ്റ്റോൺ ഒക്കെ വന്നിരിക്കുന്നത് തായ്ലൻഡിൽ നിന്നാണ്, പക്ഷെ ഇത് കാർവ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. ഇതിന്റെ ഓർഡർ ചെയ്തത് ബാംഗ്ലൂരിൽ പോയിട്ട് ഷോറൂം വിസിറ്റ് ചെയ്ത് നമ്മളൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കുറേ കണ്ടു. ആ കാണിച്ചു കൊടുത്ത ഫോട്ടോ എക്സാക്ട്ലി കൊത്തിയെടുത്തിട്ടുണ്ട്. അതിനേക്കാളും ബെറ്ററായി. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ബുദ്ധൻ ഇങ്ങനെ വേണം, ചിരിക്കുന്ന ബുദ്ധൻ വേണം, അങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഓരോ ബുദ്ധന്റെ പ്രതിമക്കും ഒരു 100+ ഫേസസ് ഉണ്ട് ബുദ്ധന്റെ ഷേപ്പിനൊക്കെ. ഇത് ഏകദേശം ഒരു 510 kg വെയിറ്റ് ഉണ്ട്. ആൾക്കാർക്ക് പൊന്തിക്കാനില്ല. ഇത് ക്രെയിന് വെച്ചിട്ടാണ് നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയത്. ഇത് വരാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് നമ്മുടെ വീടും കുറച്ചൊന്ന് ഡിലേ ആയി. കാരണം ഇത് ഗ്ലാസ് ഇടാൻ പറ്റൂല, ക്രെയിൻ ഉള്ളിൽ കയറണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വന്നതിന് ശേഷം ഗ്ലാസ് ഇട്ടത്. ഇത് സിംഗിൾ സ്റ്റോൺ ആണ്. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. പക്ഷെ നല്ലൊരു വൈബ്. ഞാൻ വൈകുന്നേരം ആകുമ്പോല്ലേ സ്പാ മ്യൂസിക് ഒക്കെ മഴയൊക്കെ പെയ്യുമ്പോ നല്ല രസമായിരിക്കും. അങ്ങനത്തെ മ്യൂസിക് ഞാൻ വെക്കും. എന്നിട്ട് അതിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ നല്ലൊരു ഫീൽ അവിടെ ഇരിക്കും നമ്മളെല്ലാം. പിന്നെ ബുദ്ധനെ കണ്ടോ, നീ ഇങ്ങനെ ഇരിക്കും, നിന്നെ നോക്കി ഇങ്ങനെ അനുഗ്രഹിക്കുന്നവരല്ലേ. ചില ബുദ്ധൻ സ്ട്രെയിറ്റ് ആയിരിക്കും, ഈ ബുദ്ധൻ കുറച്ചൊന്ന് ടിൽറ്റ് അല്ലേ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നേരെ പോയി അങ്ങോട്ട് പോയില്ലേ. അപ്പം അങ്ങനെയൊക്കെ കുറെ അധികം സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. നമ്മൾ നോക്കി ചിരിക്കുന്ന നീ കുറച്ച് നല്ലോണം ചിരിച്ചു നോക്കിയാ പൊട്ടിച്ചിരിക്കൂ. ഫേസ് മാറും, അതറിയില്ല. നീ ഒന്ന് ചിരിച്ചു. എത്ര രൂപയായി? ഇതിന് ഏകദേശം ഒരു 2 അടുത്തായി. 2 രൂപക്ക് കിട്ടൂടാ. 2000 ഇതിന്റെ പ്ലാസ്റ്റിക് കിട്ടൂല, ഇത്ര വന്നുള്ളത്. പിന്നെ 2 lakh above ആണ്. 2 ലക്ഷത്തിന് മേലെ വിലയുള്ള ബുദ്ധനാണ് മീറ്റ് മേരിയുടെ വീട്ടിലിരിക്കുന്നത്. 2 ലക്ഷത്തിന് എബോ അല്ല, 2 ലക്ഷം. 2 ലക്ഷം നിങ്ങളെല്ലാം അങ്ങനെ 2 ലക്ഷം, 2 ലക്ഷത്തിന് മുകളിൽ എല്ലാം മുകളിൽ വേണം അവർക്ക്. ഇരിക്കട്ടെ, നമ്മളായിട്ട് കുറക്കണ്ട. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്?
ഇവിടെയാണ് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന ഒരു കാപ്പിയൊക്കെ കുടിച്ച് മഴയൊക്കെ വരുമ്പോൾ ഈ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് ആ ഒരു നാച്ചുറൽ വൈബ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് നൈസായിട്ട് കറക്റ്റ് ആ ഒരു നേച്ചർ. അതാ ഞാൻ പറഞ്ഞത്, എവിടെ നോക്കിയാലും ഒരു നമ്മുടെ നാച്ചുറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫ് ഭയങ്കര പോസിറ്റീവ് ആവും. അതാണ്, ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്ലേസ്. പിന്നെ ഈ കല്ല് ഉണ്ടോ, ഇതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ, ഇതൊന്നും ടൈലോ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് തൊട്ട് നോക്കിയാ ഉച്ചയാണെങ്കിലും നല്ല തണുപ്പില്ലേ? നല്ല തണുപ്പുണ്ട്. പിന്നെ അപ്പം തണുപ്പില്ലേ? പിന്നെ ആ ബാക്കിൽ കാണുന്ന കല്ലുണ്ടോ, അതും ടൈലല്ല, അതും നാച്ചുറൽ സ്റ്റോൺ കാർവ് ചെയ്തതാണ്. ആണോ? ആ, ഇതിപ്പം ഈ ഇവിടെ തൊട്ടാ മനസ്സിലാവും, ഇതിനൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ആ ശരിയാ. പിന്നെ ബുദ്ധനെ തൊട്ട് നമുക്കൊരു വൈബ്രന്റ് ഫീൽ തരും. വൈബ്രന്റ് ആയോ? നമുക്ക് ഹോം ടൂർ എടുക്കാം. ഇങ്ങനെയാ മിത്തേട്ടൻ ഇന്നലെ ആരോ വന്നു നമ്മളെ വീട്ടില്. അപ്പം അവിടെ പുറത്തൊരു വാഷ് ബേസിൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഇത് ഓപ്പൺ ചെയ്യേണ്ട ഒരു രീതി, ഗുൽജ സിംസ് എന്ന് പറഞ്ഞാലേ വെള്ളം വരുള്ളൂ. അപ്പൊ അവള് ഗുൽജ സിംസ്, ഞാനും എല്ലാരും ഇങ്ങനെ നോക്കി മിത്തേട്ടൻ അങ്ങനെ പലതും പറഞ്ഞു, നിന്നെ പറ്റിക്കാൻ നോക്കും എന്തെങ്കിലും വീട്. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ല. നിനക്കൊരു ശാന്തി കിട്ടണമെങ്കിൽ ആക്ച്വലി ബുദ്ധൻ ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് നിന്നാ മതി, ശരിക്കും റിലാക്സ് ആവും. അല്ല ഇത് സത്യം. നീ നോക്കിയേ നിനക്കൊരു ഫീൽ വരും, ഒരു ഭയങ്കര ഒരു ഫീൽ. എടാ ബുദ്ധനാ, ഞാനല്ല, കെട്ടിപ്പിടിച്ചോ. ഒരു റിലാക്സ് തോന്നില്ല? വൈബ്രന്റ് ആയെന്ന് വിചാരിച്ചു. അതാണ് ബുദ്ധൻ ശരിക്കും ചിരിക്കുന്ന നോക്കിയാ കണ്ട. കമോൺ. നമ്മുടെ ലൈറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ഷാൻഡിലിയർ ആണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്? നമുക്ക് രണ്ട് ടോണിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ലൈറ്റിലും ക്രിസ്റ്റൽ കളറിലും ചെയ്യാൻ പറ്റും. വാമില ഇപ്പൊ ഉള്ളത് വാമിലാണ്. ഇപ്പൊ ഭയങ്കര വെളിച്ചമുള്ളതാണ് ആ വാമിന്റെ ആ ഡെപ്ത് മനസ്സിലാവാത്തത്. നൈറ്റ് ആകുമ്പോൾ ഇത് കറക്റ്റ് നല്ല വാം ലൈറ്റിലേക്ക് വരും. പിന്നെ ഈ കാണുന്ന ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അതും ഇതുപോലെ ഓരോരോ ക്രിസ്റ്റൽ വെച്ച് സെറ്റ് ചെയ്താ. ഇതിലും അത്രയും ക്രിസ്റ്റൽസ്. ഈ കാണുന്ന ഓരോരോ ഹാങ് ചെയ്തിരിക്കുന്ന ഓരോന്നോരോന്ന് അവര് ഫിക്സ് ചെയ്ത് വെച്ചതാ. ഇവിടെ വന്നിട്ട് ഇതിനും ഏകദേശം 8 to 10 hours എടുത്തു ഇത് ഫിക്സ്. കാരണം ഓരോന്ന് വെക്കണം, ഓരോന്ന് അതിന്റെ സൈസ് അനുസരിച്ച് വെച്ച്. പിന്നെ ഈ കാണുന്ന ഇതില്ലേ, ഇത് മാർബിൾ ആണ്. ഈ വൈറ്റ് കാണുന്നില്ലേ, ബ്ലോക്ക്, അത് മാർബിൾ ആണ്. അതുകൊണ്ടാണ് ആ ലൈറ്റ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒനിക്സ് മാർബിൾ ആണ് അത് വരുന്നത്. അതും എല്ലാം ഇത് മുഴുവനും അവിടുന്ന് ഒരു ബോക്സ് ആയിട്ട് വന്നിട്ട് ഇനി ഓരോന്ന് ഫിക്സ് ചെയ്താണ്. എനിക്കൊന്ന് ലൈറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ് ഇതാണ്. ഇതിന് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, ആൾക്കാർ ഇത്രയും വാടം വരും, പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് ചിലപ്പോൾ ആൾക്കാർ പറയും. പക്ഷെ ഇതൊക്കെ നമ്മളുടെ 2 കിട്ടുമോ? ഇത് 4 10 ഒന്നുമില്ല, 10 ഇല്ല. 10 നിങ്ങൾ ലൈറ്റ് വാങ്ങാൻ തോന്നുന്നില്ല. 6ന്റെ പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. 6 ആയിരുന്നു അവര് ഫൈനൽ പ്രൈസ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിൽ നിന്നും പിന്നെയും കുറച്ചിട്ടൊരു 4.5 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കൊടുത്തത് എനിക്ക്. പിന്നെ ഇത് ബൾക്കായിട്ട് എടുത്തതുകൊണ്ട് അങ്ങനെ ഒരു അതെ. പക്ഷെ നാട്ടില് വരുമ്പോ പറഞ്ഞതുപോലെ 6, 7, 8, 9 അങ്ങനെയൊക്കെയാണ്. ഇത് ഡൽഹിന്ന് എടുത്തോണ്ടാണ് അത്രയും പൈസ കുറഞ്ഞിട്ട് വന്നത്. ഇതൊക്കെ അവര് പോയിട്ട് ഡൈനിങ് ഏരിയന്റെ മുകളിലുള്ള ആ ഒരു ലൈറ്റ് ഉണ്ടോ, അത് ഡൽഹിയിൽ എത്രയായിരുന്നു കേട്ടോ, ലെസ് ദാൻ 1 lakh അങ്ങനെ എന്തോയിരുന്നു. പക്ഷെ ആ സെയിം സാധനം നമ്മുടെ നാട്ടിൽ ചോദിച്ചപ്പോ 2 lakh പറഞ്ഞത്. സെയിം സാധനം നമ്മള് മനീഷിന്റെ വീട്ടിലിരിക്കുമ്പോഴേ നമ്മൾ ഇതിങ്ങനെ നോക്കുന്നത്. സെയിം സാധനം ഞാൻ അവിടുന്ന് പ്രൈസ് ചോദിച്ചു, അതേ സാധനം ഞാൻ ഇവിടെ നാട്ടിൽ ചോദിച്ചു. പ്രൈസ് വ്യത്യാസം നോക്കുമ്പോൾ അതിന് 2 lakh അവർ പറഞ്ഞു. നേരെ എക്സാക്ട്ലി ഡബിൾ. അപ്പം ഇങ്ങനെ ലൈറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നാട്ടിലെ ആൾക്കാരുടെ ബിസിനസ് വെറുതെ കളയണ്ട. അപ്പം പക്ഷേങ്കിൽ ഇതൊക്കെ അറിയുന്ന ഭാഷയൊക്കെ അറിയുന്ന ആൾ പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം ഇതാണ് ഡോറിന്റെ ആ വേവ് അല്ലേ? ഇതാണ് ആ ഡോറിന്റെ വേവ്. പിന്നെ പറഞ്ഞു കൊടുക്ക് എന്താണ് ഉള്ളത്.
എന്ത് വേവോ നമ്മള് ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ അവര് അത് ഈ വേവിനൊക്കെ കുറേ ടൈം എടുത്തിട്ടാണ് അവരത് ചെയ്തിട്ട് വരുന്നത്. ഒരു സ്ഥലത്തുനിന്ന് ചെയ്തതല്ല, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോയി അവിടെ നിന്ന് പോയിട്ടാണ് ഈ ഡോർ ലാസ്റ്റ് ഇവിടെ എത്തിയത്. ഇതൊക്കെ കുറച്ച് ടൈം എടുത്തു, അതാണ് നമ്മൾ ഹൗസ് വാമിംഗ് ഡിലേ ആയി. ഇതിലൊക്കെ കുറെ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ മൊത്തം നോക്കിയൊരു ഒഴുക്കാണ്. നമ്മൾ ലൈഫിൽ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും, എവിടെ സ്റ്റക്ക് ആവാൻ പാടില്ല. അതൊക്കെ നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പം ഈ ഡോറിൽ മൊത്തം ഈ ഒരു വേവ് ഉണ്ട്. ഇതേ വേവ് എല്ലാ ഡോറിനും ഉണ്ട്. പിന്നെ നിങ്ങൾ കേറുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ, നമ്മുടെ മതില് ശ്രദ്ധിച്ചോ, മതിലിന്റെ മുകളിലും അതേ പാറ്റേൺ ഈ ഒഴുക്കുണ്ട്. ഈ കാർപ്പറ്റ് നോക്കിയേ, ഇവിടെയും ഒഴുക്കുണ്ട്. അല്ല, ആർക്കിടെക്ട് പറഞ്ഞതാണ് ഞാൻ ചോദിച്ചപ്പോ. ഇനിയിപ്പോ ഡൈനിങ് നോക്കോ, ഡൈനിങ് അല്ല സോഫ, സോറി സോഫ നോക്കോ. സോഫയിലും ആ വേവ് കാണുന്നില്ലേ? ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നോക്ക്, ഇതിലും ഇല്ലേ? ഇങ്ങനെ ഞാൻ പറയാം, എവിടെയൊക്കെ വേവുണ്ട്, എവിടെയൊക്കെ ഉണ്ട്. നമ്മളുടെ ഡൈനിങ്ങിന്റെ താഴെയും ആ ഒരു. പിന്നെ നീ ശ്രദ്ധിച്ചു, നീ ഇവിടുന്ന് നടക്കുമ്പോ എനിക്കൊരു വേവ് തോന്നി. നമ്മളങ്ങനെയാ, കുറച്ചിങ്ങനെ ഒഴുകി നടക്കുന്നേ, വെള്ളം ഇല്ലാണ്ട് ഒഴുകും. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വേവില്ലേ, കേവ്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കേവ് ഇല്ലേ, ഇവിടെയൊക്കെ. ഇനി പോകുന്ന വഴിക്കൊക്കെ കേവ് ഉണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ നടക്കും. അടുത്ത ഇതിന്റെ വേറൊരു പ്രത്യേകിച്ച്, ഇത് ഡബിൾ ഹൈറ്റിലാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു, നമ്മൾ ഡബിൾ ഹൈറ്റ് ഒക്കെ പറഞ്ഞു. നമ്മൾ എങ്ങനെ ഇതും നമ്മുടെ ഡിസൈന് ഞാൻ കുറെ സെർച്ച് ചെയ്തപ്പം പിൻട്രസ്റ്റിൽ എനിക്കൊരു ഡോറ് കണ്ടു, എക്സാക്ട് സെയിം ഡോറാണ്. ഇതൊക്കെ അവര് ഡിസൈനേഴ്സ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്ന മോട്ടീഫ് ഡിസൈനറാണ്. അപ്പം ഇതൊക്കെ ചെയ്തപ്പം അടുത്ത വലിയ ടാസ്ക് എന്താ വന്നതെന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും മെരിയും, ഞാൻ 5.5 ആണ്, മേരി 5.4+ ആണ്, അമ്മ 3 ഉള്ളൂ. ഇത്രയില്ല, അമ്മനെ കണ്ടില്ലേ ഈ സാധനം? ഇത് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഒരു ലെങ്ത് നോക്കിയേ. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലാച്ച് ഞാൻ കാണുന്നത്, ഈ കൊടുക്കുന്നത്. അപ്പൊ ഇവരത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവർ ചെയ്താണ്. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് കൂട്ടാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പണി പെട്ടനെ ഇവിടെ ലാഡർ വെച്ചിട്ട് വേണം കൂട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഈ ഡോറിന് അവർ കുറേ പണി എടുത്തിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് കണ്ടായിരുന്നോ? ഇപ്പൊ ഇത് കണ്ടോ, ഇത്രയും തിക്കിലാണ് ഈ ഡോറ്. നല്ല വെയിറ്റ് ഉള്ള ഡോറാണ്. ഇത് CNC ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും ഒരു ഡെപ്ത് ഉണ്ട് ഇതിന്. ഇതിന്റെ ഡിസൈനിൽ ഒരു 1/2 ഇഞ്ചോളം ഡെപ്ത് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ അവര് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഡോറും ഒരു ദിവസം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആർക്കിടെക്ട് റഫി എന്ന പേര്, റഫി എനിക്ക് അയച്ചു തന്നു. രണ്ടുപേരും അയച്ചത് സെയിം ഡിസൈൻ. അപ്പൊ തന്നെ ഫിക്സ് ചെയ്തു. അതൊരു AI ഇമേജ് ആയിരുന്നു, ഉണ്ടാക്കിയ ഡോറല്ല. ആ ഡോറിന് ഇതേപോലെ റിയൽ ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചാലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. ഇതിന് കുറെ ചാലഞ്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ഡോറ്, പ്ലസ് ഇത്രയും തിക്നെസ്, പിന്നെ കാർവിംഗ്. ഇവിടെ 7 ഈ ബജാഗരി എന്താ പറയാ, ബജാവരി, അത് 7 എണ്ണം ഉണ്ട് ആ ഒരു വെയിറ്റിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഇഷ്ടമായ ഡോർ? ഇഷ്ടമായി, എനിക്ക് വീട് മൊത്തത്തിൽ ഇഷ്ടമായി. താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള പ്ലേസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമോൺ. അപ്പൊ നമ്മളുടെ ആക്ച്വലി ഈ വീട്ടിലെല്ലാം നമുക്ക് സ്പെഷ്യലാണ്. അങ്ങനെ നമ്മളെ വീടെടുക്കുമ്പോൾ അത്രയും സ്പെഷ്യൽ ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. കമോൺ. അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ഇപ്പൊ ഇതില് ബുദ്ധനെ ഞാൻ പറഞ്ഞല്ലേ തേടി നടന്നു. ഈ കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 8 monthsോളം നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാണ്. റിസർച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി തേടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കൃഷ്ണനൊക്കെ എടുക്കുമ്പം കാരണം നമ്മളെപ്പം അതിനെ നോക്കി പ്രാർത്ഥിക്കാം. അതിന് മുഖത്തൊരു ചൈതന്യം വേണം, ഒരു പ്രകാശം വേണം. നമ്മളിങ്ങനെ കൃഷ്ണനൊക്കെ വാങ്ങിക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഒരു ആ മുഖത്ത് കാണുന്ന ഒരു ചൈതന്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറേ സെർച്ച് ചെയ്തു. നമ്മൾ കേരളത്തിൽ കുറേ സ്ഥലത്ത് പോയി, ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ പോയി, ബാംഗ്ലൂരിൽ പോയി, പിന്നെ നമ്മൾ ചെന്നൈ പോയപ്പം ശ്രദ്ധിച്ചു, എവിടെയും കിട്ടിയില്ല. പക്ഷെ ബാംഗ്ലൂരിൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ഷോറൂമിൽ പോയിട്ട് ഞാനിങ്ങനെ നോക്കും. ആ ഷോറൂമിൽ നമ്മൾ എപ്പോഴൊക്കെ ബാംഗ്ലൂരിൽ പോകുന്ന ആ ഷോറൂമിൽ പോയി നമ്മൾ പുതിയ സ്റ്റാച്ചു വന്ന് നോക്കും. അപ്പോഴൊക്കെ കൃഷ്ണൻ അവിടെ ഉണ്ട്, ഇതവിടെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കത് കണക്ട് ആയി, ഇതായാലോ. പക്ഷെ നമ്മൾ വീണ്ടും ഈ 8 മാസം വീണ്ടും വേറെ നോക്കി. പക്ഷെ ഇവിടെ പോകുമ്പോ എന്റെ കണ്ണ് ഇതിന്റെ മുകളിൽ തന്നെ പോകും. നമ്മളിങ്ങനെ വിളിക്കുന്ന പോലെയൊക്കെ തോന്നും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോൾ ആളുകൾക്ക് ഇവൻ എന്തായി പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ കണക്ഷൻ വരും കേട്ടോ. ദൈവത്തിന്റെ പ്രത്യേകത. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഇതിനെ കണ്ടിട്ട് മെരു പറയും അത്. മിത്തേട്ടൻ ഈവൻ ബുദ്ധനെ കിട്ടിയപ്പോഴും അങ്ങനെയായിരുന്നു.
മിത്തോട്ടൻ ഒരു ചെയറിട്ട് അവിടെ ഇരിക്കും. ഒരു 20 ഹാഫ് ആൻ അവർ ഈ കൃഷ്ണനെ നോക്കിയിട്ട് കൃഷ്ണൻ ചിരിക്കുന്നുണ്ടോ, ഈ ആംഗിൾ നോക്കുമ്പോ കൃഷ്ണൻ എങ്ങനെയാ, ആ ആംഗിൾ നോക്കുമ്പോ കൃഷ്ണൻ എങ്ങനെയാ, അതിങ്ങനെ. എന്നിട്ട് അവര് മിത്തോട്ട് വരുമ്പോ ആ ഷോപ്പിലെ ആൾക്കാര് സാറ് വരും, എന്നാ ചെയർ ഇട്ട് കൊടുക്കും മുമ്പില്, കൃഷ്ണനെ കുറച്ച് മാറ്റി വെച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കൃഷ്ണനെ ഫൈനലൈസ് ചെയ്ത് എടുക്കുന്നത്. ഈ കൃഷ്ണന്റെ ഈ ഒരു കളർ നമ്മൾ എല്ലാവരുടെയും കാണുന്നത് ഈ ഒരു ബ്രാസ് മെറ്റലിന്റെ ഒരു കളറല്ല. നമ്മള് പക്ഷേ ഈ കൃഷ്ണൻ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ടച്ച് ഉണ്ട്, ഈ ഒരു വിന്റേജ് ടച്ച് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത, ഇപ്പം മസ്താനി ഇവിടെ അടുത്ത് വന്നിട്ട് കൃഷ്ണന്റെ ഫേസ് നോക്കുമ്പോൾ കുറച്ചൊരു സീരിയസ് ആയിട്ട് തോന്നും. അല്ല, സത്യം ഞാനത് അതൊക്കെ ഭയങ്കര ഒബ്സർവ് ചെയ്തു. നീ ഇവിടെ വന്ന് നോക്ക്, നേരെ നിക്ക്, വന്നോ, നോക്ക്, മുഖം നോക്ക്, കുറച്ച് അടുത്ത് നിന്നിട്ട് ഇതേ ഫേസ് ആണോ എന്ന് അങ്ങോട്ട് കുറച്ച് ദൂരെ നിന്നിട്ട് നോക്കണം. ദൂരെ നിന്നിട്ട് നോക്ക്. അല്ലേ, ഇവിടുന്ന് കുറച്ച് സീരിയസ് അല്ലേ തോന്നുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോ നിനക്ക് ചിരിക്കുന്ന പോലെ, എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ചിരിക്കുന്ന പോലെ. ഇവിടെ കുറച്ച് സീരിയസ് നിൽക്കുമ്പോ ഈ സാധനം ഇവിടെ ഒരു ഗ്ലേസിങ് കിട്ടുന്നില്ല, അപ്പോ ചിരിക്കാത്ത പോലെ. അതാണ്, അടുത്ത് വരുമ്പോ കുറച്ച് സീരിയസ് ആയ പോലെ, ദൂരത്ത് നിൽക്കുമ്പം ഭയങ്കര ചിരിക്കുന്ന ഫേസും തോന്നും. അതാണ് അതിന്റെ പ്രത്യേകത. നല്ല പുഞ്ചിരിയില്ല. അവിടെ നിൽക്കുമ്പോ ഇവിടെ നിൽക്കുമ്പോ ഈ സ്ഥലത്ത് ഒരു ലൈറ്റിംഗ് എന്തോ അടിക്കുമ്പോ നമുക്ക് മാത്രല്ല, അതിന് ആ പ്രത്യേകത ഉണ്ട്. ദൂരത്ത് നിൽക്കുമ്പം കൃഷ്ണൻ നല്ലോണം ചിരിക്കും. നമ്മൾ അടുത്ത് പോയിട്ടാണ് ദൈവത്തിന്റെ ഒരു ക്ലോസ് പോയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ചിരിച്ച് തള്ളാതെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കണം. അപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ട് നിൽക്കുന്ന കൃഷ്ണൻ. അങ്ങനെയൊക്കെ ഞാൻ കുറെ റിസർച്ച് നടത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നില്. പിന്നെ ഇതും 100 kg ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒറ്റക്ക് പൊക്കാൻ പറ്റുമായിരിക്കും ചില ആൾക്ക്, പക്ഷെ എനിക്കൊന്നും പൊങ്ങൂല. അത്രയും 100 kg വെയിറ്റ് ഉണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ബ്രാസ് മെറ്റൽ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇത് വന്നതിന് ശേഷമാണോ ഇതും നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഇതിന്റെ ബാക്കിൽ കാർവിങ് വേണമെന്നുള്ളത്. പക്ഷെ ഇതാണെന്നുള്ളത് നമ്മൾ ബാംഗ്ലൂരിൽ ഇതിനൊക്കെ വേണ്ടി സെർച്ച് ചെയ്ത് പോയപ്പം നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് കണ്ടു. ഇതല്ല കണ്ടത്, ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് ആദ്യം ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു കാർവിംഗ് ആയിരുന്നു കണ്ടത്, കൃഷ്ണനും രാധയും തന്നെ ഉള്ളത്. ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞു ഇതിന്റെ താഴെയും മുകളിലും ഗ്യാപ്പ് വരും, നമുക്ക് പോർട്രേറ്റിൽ ചെയ്യാം. എനിക്ക് പോർട്രേറ്റ് അധികം ഇഷ്ടമായിരുന്നില്ല, പക്ഷേ പോർട്രേറ്റ് ചെയ്താണ് ഏറ്റവും ആപ്റ്റ്. പിന്നെ എവിടെയും ഗ്യാപ്പ് ഇല്ലല്ലോ, ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതും 480 kg ഉണ്ട്. ഇത് കല്ലാണ്, പ്യോർ സാൻഡ്സ്റ്റോൺ ആണ് ഇത്. അതിന്റെ മുകളിൽ കൊത്തിയെടുത്തതാണ്. ഇതിനും ഒരു 1 ഇഞ്ചിന്റെ ഡെപ്ത് ആണ്. ഇത് ഫുള്ള് ഈ കാണുന്നില്ല, ഇത് ഒട്ടിച്ചൊന്നല്ല, ഇത് കൊത്തി ഇതിന്റെ എക്സ്ട്രാ സാൻഡ് കല്ല് മാറ്റിയിട്ട് ഈ ഡെപ്തിൽ എടുത്തതാണ്. ഇതൊരു 1 ഇഞ്ച്. ഇവിടെ വെച്ച് തന്നെ ചെയ്തതാണോ? അല്ല, ഇത് രാജസ്ഥാനിൽ. ഇതും ക്രെയിൻ വെച്ചിട്ടാണ് ഉള്ളിൽ കയറ്റിയിരിക്കുന്നത്. 2 പീസിൽ 8x6 ചെയ്തിട്ടുണ്ട്. ഇത് നല്ല നാച്ചുറൽ സ്റ്റോൺ ആണ്, സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതും അത്രയും 2 ഇഞ്ചിന്റെ ഡെപ്ത് ഉണ്ട് ഇതിന്, 70 mm. അപ്പൊ ഇതിനും അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ഇതിന്റെയും ഫോട്ടോസ് നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കി, അവിടെ നോക്കി, അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവര് വരച്ചുണ്ടാക്കി എന്നിട്ട് അപ്രൂവൽ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും രാജസ്ഥാനിൽ ചെയ്തതാണ്. പക്ഷെ ഇത് രണ്ടും നന്നായിട്ട് പോകുന്നുണ്ട്, നമ്മുടെ സത്യം പറഞ്ഞ ആൾക്കാർ പറയില്ലേ ഡ്രീം കം ട്രൂ. ആക്ച്വലി നമ്മുടെ വീട് ഡ്രീം കം ട്രൂ അല്ല, ഇതൊരു വിഷൻ കം ട്രൂ ആണ്. നമ്മുടെ ഒരു വിഷൻ ആയിരുന്നു, ഡ്രീം ഉണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു. വീട് ഇങ്ങനെ ആയിരിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം, ഇന്ന എലമെന്റ്സ് വേണം, ഇങ്ങനെ ദൈവത്തിന്റെ ഏരിയ എങ്ങനെയായിരിക്കും. എല്ലാവരും ദൈവത്തിനെ അടച്ചുപൂട്ടി ഒരു പൂജാമുറിക്കുള്ളിൽ പൂട്ടിയിട്ടൊക്കെ അല്ലേ വെക്കുന്നത്. അമ്പലത്തിൽ പൂട്ടിയിട്ട് വെക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വീട്ടിലാകുമ്പം ദൈവത്തിന് ഇങ്ങനെ തുറന്നു വെക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ഓപ്പൺ സ്പേസിൽ ദൈവത്തിനെ വെച്ചു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇപ്പൊ കയറി, നമ്മുടെ വീട്ടിൽ കയറി വരുന്ന എല്ലാവരും പോസിറ്റീവ് എനർജി കൊണ്ട് വരണമെന്ന് ആയിരിക്കില്ല. പല ആൾക്കാർ പല ചിന്താഗതിയിലും പല വിഷമങ്ങളിലും പല പ്രശ്നങ്ങളിലും ചിലപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ള ആള് തന്നെ വീട്ടിൽ വരണമെന്നില്ല. പക്ഷെ അതിനൊക്കെ തടുത്തു നിർത്താനാണ് വാതിൽ തുറന്ന ഉടനെ ആദ്യം കാണാം നമ്മുടെ കൃഷ്ണനാണ്. ദൈവത്തിനെ കണ്ടാൽ പിന്നെ ഒരാൾക്കും ഒരു നെഗറ്റീവ് എനർജി അല്ല, അത് അവിടെ തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് കയറി വരുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മള് ഇവിടെ തന്നെ ഇത്. പിന്നെ ഇതൊക്കെ വാസ്തു നോക്കിയിട്ടാണ് ഇതിന്റെ ദിശ, ഇരിക്കുന്ന സ്ഥലങ്ങള്, അതൊക്കെ. ഈ വീട് മുഴുവനും വാസ്തുപരമായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അല്ലെ മേരി? മേരി ഭയങ്കര സൂപ്പർസ്റ്റിഷ്യസ് ആ കാര്യങ്ങളൊക്കെ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ. അപ്പൊ ഇത്രയുണ്ട്. ഇനി കൂടുതൽ പറഞ്ഞാല് ആൾക്കാർക്ക് ബോർ. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ആന ഇത് 50 കിലോ ഉണ്ട്. ഇതാ പൊക്കി നോക്കിയ നീ. അല്ല 50 അല്ല, പൊക്കാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കിക്കോ.
അയ്യോ ഇല്ല. അത് ഒറ്റ കല്ലിൽ ചെയ്ത മാർബിൾ ആണ്, പ്യൂർ മാർബിൾ ആണ്. പക്ഷെ നല്ല ഭംഗി, നല്ല കളർഫുൾ. ഇതും രാജസ്ഥാനിലെ അവരുടെ ഹാൻഡ് വർക്ക് ആണ്. കൈകൊണ്ട് കൊത്തിയിട്ട് അതിന്റെ മുകളിൽ ചെയ്തിരിക്കുന്ന ഈ സ്റ്റോൺ ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് ഹാൻഡ് പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിങ്ങിന് എന്തോ പറയുന്നു മറന്നു. മീനാക്കാരിയിൽ പെയിന്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ സ്റ്റോൺ വർക്ക് ചെയ്തത്. അതും സൂപ്പറായിട്ട്. ഇതും അങ്ങനെ. ഇതിന്റെ ഉള്ളിലൊരു കുഞ്ഞു കൃഷ്ണനുണ്ട്. നിങ്ങള് കൃഷ്ണ ഭക്തരാണല്ലോ? എനിക്ക് പണ്ടേ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് പ്ലേസ് ചെയ്തത് ആക്ച്വലി നന്നായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഡിവൈൻ സ്ഥലം. അതാണ് ഒരു കംപ്ലീറ്റ്. നമ്മൾ ഇവിടെ വരുന്ന ആളൊക്കെ പോസിറ്റീവ് ആയിട്ടേ പുറത്തിറങ്ങുള്ളൂ. അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോരും. പിന്നെ മിയ ഉണ്ട് എനിക്ക് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായി മസ്താനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. നമ്മൾ ഒന്നിനും കൂടെ മേടിക്കാനുള്ള പ്ലാനില്ല. അങ്ങനെയല്ല, മിത്തേട്ടൻ ഓൾറെഡി പെറ്റ് ലവർ ആണ്. ആണോ? ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മിലിയോനും ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കുട്ടികൾക്ക് പേടിയായിരിക്കും, പക്ഷെ മിലിയോന് ഭയങ്കര ഇഷ്ടം. മിലിയോ ഇങ്ങനെ ബോളൊക്കെ തട്ടുന്നപോലെ, പക്ഷെ മിയെ നല്ല കംഫർട്ടാണ് അവന്റെ കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയൊക്കെ അമ്മക്കും ഇപ്പൊ ഇഷ്ടല്ലേ. ഇപ്പൊ പണ്ട് നമ്മള് റീലൊക്കെ കാണുന്നില്ല, ആദ്യം അമ്മമാർക്ക് ഇഷ്ടമായിരിക്കില്ല. ഇപ്പൊ ചോറ് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, എന്റെ മോള്, അങ്ങനെയൊക്കെയാണ് അമ്മ. ഇപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക്. ഇവിടെ വരുന്ന എല്ലാവരും നമ്മൾ ആട്ടി വിടാലാണ്. ആട്ടി വിടൽ ഇറങ്ങടിയാത്തല്ല സാധനം. നമ്മളിങ്ങനെ നമുക്ക് ആടിയാലോ. ആട്ടുതൊട്ടിലിൽ പാട്ട് പക്ഷേങ്കില് ലാസ്റ്റ് ഞാൻ പാടൂല. അല്ല, ഇവര് ഗസ്റ്റ് വന്ന് ഇവിടെ ആട്ടി ആട്ടി ഇവിടെ ഇരിക്കുമ്പം ലാസ്റ്റ് ആട്ടിട്ട് തന്നെ ഓരോ പുറത്താക്കേണ്ടി വരും. ഇവിടുന്ന് എണീക്കില്ല. അവരുടെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആണ് ഇത്. ഞാൻ ഇരിക്കട്ടെ, നിങ്ങൾ എന്തോ ഒരു പ്ലാൻ ചെയ്തില്ല. ഇത് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. നമുക്കൊന്ന് ആടിയല്ലോ ഇനി. അപ്പം ഇതാണ് നമ്മളുടെ വേറെ ഒരു എന്താ ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. ഒരു നമുക്ക് ചിറ്റ് ചാറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഗോസിപ്പ് ഏരിയ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് ഗോസിപ്പ് നമ്മള് മിയ വന്ന് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടാ. ഇവിടെ ഞാൻ നിന്നെ ഉദ്ദേശിച്ചത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി മിയേന. ഇതെന്താ മിയന്റെ കഥ എന്ന് അറിയാവോ? എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, ബേബീസിനെ. അപ്പം മിലിയോ ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു പെൺകുഞ്ഞ് വേണം. മിറി പറഞ്ഞു ബേബി ബോയ് ആണെങ്കിലും ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ എന്റെ ബേബി ആയിട്ട് വളർത്തും, ഞാൻ ഇതായിരിക്കും വിട്ടുകൊടുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ബേബി വേണം, എന്നാൽ എനിക്ക് പെൺകുഞ്ഞ് വേണം. ഇവിടെ എന്നെ ചെന്നൈ കൂട്ടി കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു തന്നു. ഇനി മേലാ ചോദിക്കാറ് പെൺകുഞ്ഞ് എന്നിട്ട് പേര് വിട്ടു മിയ. നമ്മളെല്ലാം എം ആണ്. മിയ, മിലിയോ, മിത്തു, മിറി, നമ്മളെല്ലാം വന്ന് പറയുന്നില്ല. ഓക്കെ, നമ്മളെല്ലാം സൂസു ഫാമിലി, നമ്മളെ ഫാമിലിയാണ്. ഫാമിലി. ഞാൻ ആക്ച്വലി വന്നപ്പോ ഇത്രയും സമയം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് മിയന്റെ അടുത്താണ്. മസ്താനി ഇപ്പം കാറിന്റെ ഞാൻ ഇതിനെടുത്തിട്ട് നമ്മളിപ്പോ യൂട്യൂബിൽ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ ഈ മിയന്റെ അത് കൂടി ഇങ്ങനെ തുള്ളിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത് മിയന്റെ വിശേഷങ്ങളാണ്. മിയൻ എന്താ കാണിക്കാഞ്ഞത് അങ്ങനെയൊക്കെ ചോദിച്ചു. ശരിയാ, ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. മിയൻ അങ്ങനെ എവിടെയും കാണിച്ചിട്ടില്ല. ഇന്നെ പോലത്തെ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കിനി അടുത്ത ഈ അതാ പറഞ്ഞു ഇവിടെ എണീക്കാൻ തോന്നില്ലല്ലോ. അത് നമുക്കിനി നിർത്തിയിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. അടുത്തതുണ്ടല്ലോ നമ്മളാക്കി മാറ്റിയപ്പം നമുക്ക് വളരെ സ്നേഹത്തോടെ പല സ്ഥലത്തുനിന്നും കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമിര്, ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ എല്ലാ റെക്കഗ്നിഷൻസും ഉണ്ട് കേട്ടോ. കുറച്ച് വെച്ചിട്ടുള്ളൂ, പിന്നെ സ്പേസിന്റെ കുറവുണ്ട്. ഇതും മോട്ടീഫ് നമ്മള് കാൻസു മോട്ടീഫ് ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഈ ഒരു സാധനം കണ്ടോ, ഇവിടെ ഒരു വേവ് കാണുന്നില്ലേ? ഇങ്ങനെ വേവ് പിന്നെ ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഒരു ആദ്വി എന്ന് പറയുന്ന ഒരു ഡിസൈനേഴ്സ് ഉണ്ട്, ഫർണിച്ചർ ചെയ്യുന്ന. അവര് വർക്ക് ചെയ്താണ് ഡിസൈൻ നമ്മളെ മോട്ടിഫൈ ചെയ്ത. പിന്നെ ഇതിന്റെ നമ്മൾ കാണുന്ന ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ അവാർഡും TV അവാർഡ്സും എല്ലാം ഉണ്ട്. നമ്മുടെ സി കേരളം, ഫ്ലവേഴ്സ്, News 24, News 18, പിന്നെ അങ്ങനെ അമൃത TV ഒക്കെ ഉണ്ട്.
അപ്പം അതിൻ്റെ ഒക്കെ അവരൊക്കെ തന്ന അവാർഡ്സും കാര്യങ്ങളൊക്കെ വെക്കാനും അങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മെമ്മറിയ വാൾ നമ്മുടെ ഇത് ദശാവതാരം എന്ന് പറയുന്ന ഒരു ശംഖാണ്. വിശ്വരൂപം വിഷ്ണുവിന്റെ വിശ്വരൂപം കൊത്തിയെടുത്ത് ഒരു ഡെക്കറേറ്റമാണ് ആക്ച്വലി. വിശ്വരൂപം ബ്രാസിലുള്ള ഒരു ഇത് നമുക്ക് പൊതുവാള് ഗിഫ്റ്റ് തന്നതാ. പൊതുവാൾ സൺസ് എന്ന് ഇവിടെ കുറെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മുടെ ബിജു നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ KL ബ്രോ ബിജുവിന്റെ ഗിഫ്റ്റ് ആണ് നടരാജ വിഗ്രഹം. അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുറെ ആള് തന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ. ഇതൊരു സ്പെഷ്യൽ ഏരിയ. ഇത് ശ്രേഷ്ഠായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോയാലോ? അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അടുത്ത് നമ്മളുടെ മിത്തോട്ടിന്റെ ഏരിയ ഒന്നല്ല, എന്റെയും അമ്മേന്റെ ഏരിയ ആയ കിച്ചണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കിച്ചൺ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. കിച്ചൺ ഓപ്പൺ ആയിരിക്കണം, കിച്ചണിലെ ആള് നിന്നാല് എല്ലാവരുടെയും കാണണം. അതായിരുന്നു എന്റെ കണ്ടീഷൻ. അതൊന്നല്ല, എവിടെ നിന്നാലും ഹസ്ബൻഡിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. മിത്തോടാ ചെമ്പെടുത്തിട്ട് വരൂ, മിത്തോടാ പരിപ്പ് വാങ്ങിട്ട് വരൂ, മിത്തോടാ അടിച്ചു വരൂ. നിങ്ങൾ എന്താ മിത്തോട്ട് ഈ വീട്ടില് ചെയ്ത് ഇതുവരെ? എന്തൊക്കെ ചെയ്യാറുണ്ട്? എന്താ സത്യം പറയണം. മിത്തോട്ട് എന്താ ചെയ്യാം? മിത്തോട്ടിന് ഇരിക്കും, നടക്കും, ഫോൺ നോക്കും. എന്റെ മോളെ കള്ളാണ്. ഞാൻ ഇന്നലെ ഫുള്ള് ക്ലീൻ ചെയ്തു, വാക്യൂം ചെയ്തു, സോഫ ക്ലീൻ ചെയ്തു, അതിൽ ഇടക്കിടക്ക് ഇങ്ങനെ കുഷൻ എടുത്ത് വെക്കും, ടേബിള് ക്ലീൻ ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. കുക്ക് ചെയ്യോ? എന്നെ കുക്ക് ചെയ്യും. ഇല്ല ഇല്ല, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ എന്റെ അമ്മ വിടുന്നില്ല ഇപ്പൊ. അങ്ങനെയൊക്കെ പറയാം. ഷിമിത്തോട്ട് ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. ഇതുവരെ അറിയാറു. വീഡിയോ കുക്ക് ചെയ്യോ? എന്റെ മോളെ മെരീന്റെ ഭക്ഷണം ഒരു രക്ഷയില്ലാത്ത മെരീന്റെ ഫുഡ് വളരെ വെറൈറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ന് ഒന്നും കൂടി പറയാം. വെറൈറ്റി. ആദ്യം മെരി ഉണ്ടാക്കുന്നത് വെള്ളം പോലെയുള്ള പരിപ്പ്, രണ്ടാമത് വരി ഉണ്ടാക്കുന്ന കാട്ടപ്പരിപ്പ്, മൂന്നാമത് വരി ഉണ്ടാക്കുന്ന പരിപ്പിട്ട സാമ്പാർ, നാലാമത് ഉണ്ടാക്കുന്നത് കഞ്ഞി. ഇനി എന്താ വെറൈറ്റി വേണ്ടേ? ഈ വീട്ടിൽ 4 സൈറ്റ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയില്ല. അമ്മേനെ സഹായിക്കും. അമ്മയാണ് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആക്ച്വലി ഒരു സെറ്റ് ആയില്ല. നമ്മളൊരു ഹോം എന്നുള്ളൊരു ഫീലിംഗ് വന്നു. എന്നാലും കിച്ചണൊന്നും അങ്ങനെ നമ്മളെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഇങ്ങനെ നടന്നു വരുന്നു. ഇവിടെ കിച്ചണില് നമുക്ക് ഭയങ്കര ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കളറ് ഞാനാണ്. ആ കളർ സെലക്ട് ചെയ്ത് ഞാൻ എഞ്ചിനീയർ കോലം വിട്ടു കൊടുക്കില്ല. അവൾ എഞ്ചിനീയർ ഒരു റഫീന. അപ്പൊ എഞ്ചിനീയർ ഈ കളർ നൈസ് ആയിരുന്നു അല്ലേ? ഞാൻ പറയും ഇത് ഞാൻ സെലക്ട് ചെയ്തില്ലേ, ഇവരും മിരിയും അവരൊക്കെ സെലക്ട് ചെയ്തത് എനിക്കറിയില്ല. ഹലോ എക്സ്ക്യൂസ് മീ കാണിച്ചിരുന്നത്. ഞാൻ ഓക്കെ ഗുഡ്. ഞാനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കളർ വേണം, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കും. വെറൈറ്റി അല്ലേ കളർ? എല്ലാവരെയും കാണുന്ന ഒരു ഡിഫറെന്റ് കളർ ആയിട്ട്. ഈ കളറിന്റെ പേരെന്താ മിത്തോട്ടാ? ബ്രിട്ടീഷ് ഗ്രീൻ. പക്ഷേ നമ്മുടെ ആർക്കിടെക്ട് പറയും വേറെ എന്തോ കളറാണ്. ഞാനിട്ട ഒരു ബ്രിട്ടീഷ്. എന്തേ ഒരു കളർ വേണമെന്ന് തോന്നാൻ കാരണം? ഇത് ഞാൻ വിചാരിച്ചു നമ്മുടെ കിച്ചൺ ആകുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഒരു ബീച്ച് കളർ ആയിരുന്നു. നമ്മളുടെ ലിവിങ് ഏരിയയിൽ ഉണ്ടായിരുന്ന സെയിം കളർ ആയിരുന്നു ഇങ്ങോട്ടേക്ക്. പക്ഷേങ്കിൽ എല്ലാം ഒരേപോലത്തെ കളർ ആക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു കളർ കൊടുത്തോ ഈ ഒരു ഏരിയ കുറച്ചും കൂടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു തോന്നി. കാരണം കിച്ചൺ എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ ആയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കിച്ചൺ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു കളർ കൊടുത്തത്. ഈ വീടിന്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാലും എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡൈനിങ്ങിൽ ഫാമിലി ഒരുമിച്ച് ഉണ്ടാവുന്നില്ല, ലിവിങ്ങിൽ ഉണ്ടാവുന്നില്ല, എല്ലാവരും ഫോണിലും പിന്നെ മുകളിൽ കുറച്ചാൾ മുകളിൽ കുറച്ചാൾ താഴെ. ഇവിടെ ആകുമ്പോൾ മെരി ഇപ്പോൾ എവിടെയാണെങ്കിൽ ഞാൻ എവിടെയാണെങ്കിൽ മെരിക്ക് എന്നെയായിട്ട് കണക്ട് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കണക്ഷൻ എപ്പോഴും ഈ വീട്ടിലുണ്ടാവും. ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല. അപ്പം അമ്മ വർക്ക് ചെയ്യുകയാണെങ്കിലും മെരി വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എവിടെ നിന്നാലും നമ്മളെല്ലാവരും കണക്റ്റഡ് ആയിരിക്കും. മതിലുകളില്ലാത്ത വീട് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ് ഈ ഒരു സാധനം. പിന്നെ ഇത് നമ്മൾ പല ബ്രാൻഡും എൻഡോഴ്സ്മെന്റ് ചെയ്യാറില്ല. നമ്മൾ ബ്രാൻഡഡ് ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഐലൻഡ് കിച്ചൺ വളരെ ഇമ്പോർട്ടൻ്റ്. ക്യാമറ എവിടെ വെച്ചാലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റണം. അതും നമ്മളുടെ ഒരു ഡിസൈനിങ്ങിൽ വന്ന ഒരു പർട്ടിക്കുലർ നമ്മൾ പറഞ്ഞു ഇങ്ങനെ തന്നെ വേണമെന്ന്. പിന്നെ നമ്മൾ ഈ ഹാഫ്ലൻഡ് ഈ സാധനം ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഈ ഒരു ബ്രാൻഡുമാണ്. അപ്പം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു സംഭവം. പിന്നെ വർക്ക് ഏരിയ ഇല്ല നമുക്ക്, കിച്ചൺ മാത്രമേ ഉള്ളൂ. ചില ആക്കുന്ന
2 കിച്ചൺ ഉണ്ടാവും. ഒന്ന് വർക്ക് ഏരിയ ഒന്ന് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അത് എഞ്ചിനീയർ ചോദിച്ചു നിങ്ങൾക്ക് വർക്ക് ഏരിയ വേണം. നമ്മൾ പറഞ്ഞു വേണ്ട. കാരണം എന്താ എപ്പോ കാണുന്ന എല്ലാവരും ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചൺ ഉണ്ടാക്കും, പക്ഷെ അവിടെ കുക്ക് ചെയ്യില്ല. അവിടെ ഒന്നും കുക്ക് ചെയ്യില്ല. അവിടെ ജസ്റ്റ് ഒരു ഷോ പീസ് പോലെ. നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഇത് യൂസ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മളോട് വർക്ക് ഏരിയ വേണ്ട. വർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെ ആൾക്കാർ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സ്മെല്ല് പുറത്തും ആയിക്കോട്ടെ, അത് ക്ലീൻ ചെയ്താൽ മതിയല്ലോ. അപ്പം ഇവൻ അതിഥികൾ വന്നാലും നമ്മള് അവരെ ലിവിങ് ഏരിയയിൽ എത്തി നമ്മളൊന്ന് ചായ ഉണ്ടാക്കിയിട്ട് അതുവരെ അവര് വെറുതെ പോസ്റ്റ് ആയിട്ട് കഴിക്കും. ഇതാകുമ്പോ അവരവിടെ ഇരുന്നാലും ഇവിടുന്ന് ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ അവർക്കൊന്നും അതാണ് എല്ലാം ഒരു കണക്റ്റഡ് ആണ്. വേറെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്, ഫുള്ളി ലോഡഡ് കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ചിമ്മിനി ഉണ്ട്, സ്റ്റവ് ഉണ്ട്, അതെല്ലാ വീട്ടിലുണ്ടാവും. പിന്നെ ഇൻഡക്ഷൻ ഡബിൾ സൈഡിൽ വെക്കാൻ പറ്റുന്ന ഇൻഡക്ഷൻ ഉണ്ട്. പിന്നെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെയാന്ന് വെച്ചാൽ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ മോട്ടീഫ് ഡിസൈൻ ചെയ്തതാണ്. ഇതിലൊന്നും നമ്മളുടെ ഒരു ഹാൻഡും ഇല്ല, കയ്യുമില്ല. ഇതൊക്കെ അവർ തന്നെ എന്തൊക്കെ ഡ്രോയേഴ്സ് വേണം, എങ്ങനെയൊക്കെ വേണം, മെക്കാനിസം എങ്ങനെ വേണം, എല്ലാം അവർ ചെയ്താണ്. ഈവൻ ഈ സാധനമൊക്കെ കളർ ഞാൻ പറഞ്ഞതാണെങ്കിലും ഇതൊക്കെ അവര് ചെയ്ത സാധനമൊക്കെ പണ്ടത്തെ വീട്ടിൽ കാണുന്ന ഒരു ചെയറിന്റെ ഡിസൈൻ ആണ്. അത് ഇതിനുമായിട്ട് ബ്ലെൻഡ് ചെയ്തതാണ്. ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു സാധനം ഒക്കെ അവര് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മള് ഇവിടെ വാട്ടർ പ്യൂരിഫയർ, നമ്മൾ മെയിൻ കിണറ്റിൽ നിന്ന് വരുന്ന വാട്ടർ പ്യൂരിഫയറും ഉണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടറിന് വീണ്ടും അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ്. ഡ്രിങ്കിങ് വാട്ടറിന്റെ പൈപ്പാണ്. ഞാൻ ഇങ്ങനെ വെള്ളം എടുക്കുമ്പം നബീൽ ഇങ്ങനെ നോക്കി പൈപ്പ് നാളെ വെള്ളം എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് പ്യൂരിഫയർ ആണ് എന്നുള്ളത്. എല്ലാരും ടോപ്പിലാണ് പ്യൂരിഫയർ വെക്കുന്നത്. നമ്മൾ ഹൈഡ് ചെയ്തിട്ട് താഴെ വെച്ചു, കുറച്ചും കൂടി സ്പേസ് കൺജസ്റ്റഡ് ആവാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെയൊക്കെ നൈസ് ആയിട്ടുള്ള അറകളും കാര്യം. ഇപ്പൊ നമുക്ക് എവിടെ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ OTG കൊടുത്തു. പിന്നെ ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്. കാണില്ല പക്ഷേ അതും ഡിഷ് വാഷർ ആണ്, ഇത് കൺസീൽഡ് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു ഇത് തോന്നി, ഇത് കൺസീൽ ചെയ്തിട്ട് കാര്യമില്ല. ഇത് കംപ്ലീറ്റ് കാണുമ്പല്ലേ ഒരു രസമുള്ള ഡിഷ്. അപ്പൊ ആൾക്ക് മനസ്സിലാവില്ല ഇത് എന്നാ ഇത് പണ്ടത്തെ VCR പോലെ ആയിട്ട്. പക്ഷെ എന്നാലും ഡിഷ് വാഷർ ആണ്, എല്ലാം ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ. ഇത് OTG ഓവനും. പിന്നെ ഇതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട നൈസ് അല്ലേ. ഇത് കൊള്ളാം, കുറെ സാധനങ്ങൾ വെക്കാൻ പറ്റും, കുറെ സ്പേസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റോർ റൂമിന്റെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം അവിടെ ഉണ്ട്, അതിനെ തുറക്കുന്നില്ല. ചിലപ്പോ നിങ്ങൾ അന്തപ്പെടും. നമ്മള് ഈ ഒരു വീട് എടുക്കുമ്പോ അതായിരുന്നു മെയിൻ. കാരണം പണ്ടത്തെ വീട്ടിൽ നമുക്ക് ഇതൊന്നും അറേഞ്ച് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പൊ ശരിക്കും ഒരു ഗുഡ്സ് പോലെ തോന്നും. ഇത് കംപ്ലീറ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാണ്ട് ഒരുപാട് ഷെൽഫ് നമ്മൾ എല്ലാടി കൊടുത്തു. വേറെ ഒരു സാധനം കണ്ടോ, ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഡൈനിങ് ഏരിയ അവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഓരോ സാധനം എടുത്തെടുത്ത് അങ്ങോട്ട് പോകണ്ടേ. അതിന് പകരം നമ്മള് കിച്ചൺ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ ഇവിടത്തേക്ക് വെച്ചു, ഇവിടെ നേരെ മെരി ഉന്തിക്കൊണ്ടുവരും. നമ്മള് ഹോട്ടലിലൊക്കെ കാണൂലേ, അതെല്ലാം ഇങ്ങനെ ഉന്തി അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് എല്ലാം സെർവ് ചെയ്യാൻ ഈസി ആയി. അങ്ങനെ ഇത് നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, നീത്തു എന്ന് പറഞ്ഞ ആള് ഗിഫ്റ്റ് തന്നതാണ്. ഇത് പക്ഷെ കൊള്ളാം, നല്ലൊരു ഐഡിയ. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. എന്താണ് വേണ്ടത്? അപ്പൊ നമ്മൾ ഫർണിച്ചർ സെലക്ട് ചെയ്തപ്പോ ഇവിടെ അത് അവിടെ കണ്ടു, അത് അവിടെ ഉണ്ട്, മേടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. ഇവിടെ ഇരുന്നിട്ടും നല്ല രസമാണ്. അവിടെ ആളിരിക്കുന്നു. കേട്ടോ, തിരമാലയുടെ ഡിസൈനിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈൻ ഒക്കെ ചെയ്ത് നമ്മുടെ മോത്തിഫാണ്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അദ്വി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അവര് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാടെയും ഒരു ട്രെൻഡ് അല്ലേ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. പക്ഷെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ആളിരിക്കും, ഇവിടെ നിന്ന് സംസാരിക്കാനും ഫുഡ് സെർവ് ചെയ്യാനും. ഡൈനിങ്ങിനേക്കാളും കൂടുതൽ കണക്ഷൻ ഇവിടെയാണ്. പക്ഷെ മെറി ഇപ്പൊ ഇത് വർക്ക് സ്പേസ് ആക്കി. ഇന്നലെ മുതൽ ലാപ്ടോപ്പ് കൂടെ വർക്ക് ചെയ്തത് ഞാൻ നല്ല സുഖമല്ലേ, എല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും പണിയെടുത്തു. ഇതൊക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞത് വിഷൻ കം ട്രൂ ആണ് നമ്മളുടെ വീട് എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ പല വീട്ടിലും പോയപ്പം കണ്ട ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇന്റർകോം ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ്. പുറത്ത് ആളൊന്ന് അവിടുന്ന് മുഖം, അവിടെ ക്യാമറയില് മുഖം കണ്ട് അവര് ബെല്ലടിച്ചാൽ നമുക്ക് ഇവിടെ ഇന്റർകോം ഓപ്പൺ ആകും. ലൈവ് വ്യൂല് കാണാൻ പറ്റും. അപ്പൊ അവരവിടെ ബെല്ലടിച്ച ഇവിടുന്ന് ജസ്റ്റ് ഇത് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. അപ്പം ആൾക്കാർക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തുറന്നു വരും. പിന്നെ അവിടെ CC ക്യാം കംപ്ലീറ്റ്ലി എല്ലാ വീടിന്റെ കംപ്ലീറ്റ് ഏരിയ CC ക്യാം ഉണ്ട്.
അപ്പൊ അതിന്റെ സ്ക്രീന് നമുക്ക് ആരാണ് വരുന്നത് പോകുന്നത് എല്ലാം നമുക്ക് കിച്ചണിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്കത് മൊബൈലിലെല്ലാം ആക്സസും കാര്യങ്ങളൊക്കെ ഇപ്പം ഓഫ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇവിടെ എല്ലാം സാധനങ്ങളും ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ. പിന്നെ കുക്കിംഗ് ചെയ്യുന്നത് ഇതിലൊരു ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ കുക്കിംഗ് ഇങ്ങോട്ടാണ് ഫേസ് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല, ഇങ്ങനെ അങ്ങോട്ടേക്കാണ്. അത് വാസ്തുപരമായിട്ട് എന്നാ വരിക, വടക്കോട്ട് നോക്കിയിട്ട്, വടക്ക് അല്ലെങ്കിൽ കിഴക്ക് നോക്കിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. നമുക്ക് കിഴക്കോട്ട് നോക്കാൻ അവിടെ ബ്ലോക്ക് ആവും, അതുകൊണ്ട് നമ്മൾ വടക്കോട്ടേക്കാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങൊന്നും അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. അപ്പം ആക്ച്വലി ഇതൊരു ട്രയാങ്കിൾ ആയിട്ടാണ് വരിക. ഈ കുക്കിംഗ് സ്പേസ്, പിന്നെ വാഷ് ബേസിന് ഇവിടെ വരണം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്പൂൺസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെയും വരണം. പക്ഷെ വാഷ് ബേസിന് അവിടെ ആയിപ്പോയി, ആ ഒരു സാധനം മാത്രമേ. കാരണം ഇത് ലേസി, നമ്മൾ കുക്ക് ചെയ്യുന്നു, വാഷ് ബേസിൽ എൻ്റെ അടുത്ത് പോകുന്നു, വെള്ളം എടുക്കുന്നു, അതല്ല ആക്ച്വലി. അത് ആക്ച്വലി അവരുടെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അവർ പഠിക്കുന്ന ഒരു കാര്യമാണ്. CW അങ്ങനെ എന്തോ ഉണ്ട്, അങ്ങനെ ഒരു ടേം ഉണ്ട്. അവിടെ ആയിപ്പോ അതേ ഒരു പ്രശ്നമുള്ളൂ ഈ ഒരു കിച്ചണില്, വേറെ ഒന്നും. പക്ഷെ അത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആയിരിക്കും മനസ്സിലാവില്ല. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഡിന്നർ സെറ്റ് കാര്യങ്ങളൊക്കെ. ഇത് കുറച്ചൊരു എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ലക്ഷറി ആയിട്ടുള്ള ഡിന്നർ സെറ്റ് ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. പക്ഷെ ഇത് ഷോക്കേസിൽ വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ മാത്രം ഉപയോഗിക്കും. അപ്പൊ ഞാൻ മെരീനോടാണ്, നമ്മൾ വാങ്ങിച്ച സാധനം നമ്മൾ കഴിക്കണ്ടേ, പൊട്ടിയാലും കുഴപ്പമില്ല, നമ്മളും നന്നായി തിന്നുക, നമ്മളും നല്ല രീതിയിൽ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, പൊട്ടട്ടെ കുഴപ്പമില്ല, നമ്മൾ കൊണ്ടുപോകില്ലല്ലോ പോകുമ്പോഴൊന്നും. അപ്പൊ ആൾക്കാർക്ക് മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാനും അതിലാണ്. നമ്മളിപ്പം സ്വർണ്ണ പ്ലേറ്റിലൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതും ഇതേപോലെ നമ്മുടെ ഒരു ദീപാനുണ്ട് ക്യാമറാമാൻ, ആള് എന്താ സ്വർണ്ണ പ്ലേറ്റ് വേണമെന്നാണ്, അങ്ങനെ ആള് ഗിഫ്റ്റാണ് ഒരു കാര്യമുള്ളത്. അടുത്ത നമുക്ക് നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾക്ക് ചോറ് വരാൻ പോകുന്ന ഡൈനിങ് ഏരിയയിലോട്ടേക്ക് പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത അതിഥി സൽക്കാര ഏരിയയിലേക്ക് പോകാം. ഡൈനിങ് ഹാളാണിത്. ഇതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കളർ ഇതിന്റെ നോക്കുവാണെങ്കിൽ വേവ് കാണാൻ പറ്റും. ഈ ചെയറിന്റെ വേവ് കേട്ടോ, താഴോട്ട് നോക്ക്, കാലിലെ വേവ് കാണില്ലേ. ഇത് ആക്ച്വലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തതല്ല, ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. പക്ഷെ തേടി പിടിച്ച് നമുക്ക് ആ ഒരു പാറ്റേണിലുള്ള സാധനം തന്നെ അവിടെയും കിട്ടി, വേവ് ഉള്ളത്. അപ്പം ചെയർ എപ്പോഴും സ്ക്വയർ അല്ലേ വരുന്നത്, അതും ഒരു കേവ് ഉള്ളത് തന്നെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഈ ഒരു സാധനം കേവ് ആയിട്ടുള്ളത്. പക്ഷെ ഒരു വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യം കേട്ടോ എൻ്റെ മോനെ. അതൊരു പണിയാണ്. നമ്മൾ ഒരിക്കലും ഇത് പോയപാട് നമുക്കിത് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഷോപ്പിൽ കയറി ഇറങ്ങി ലാസ്റ്റ് ഫസ്റ്റ് പോയ ഷോപ്പിൽ തന്നെ പോയിട്ട് ഫസ്റ്റ് കണ്ട സാധനം മേടിച്ചോണ്ട് വരും. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാ, പക്ഷെ ഇത് എടുത്തില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് അവസാനം എത്തിയത് പിന്നെയും ബെറ്റർ കിട്ടും. മറ്റേ നമ്മുടെ അവിടെ കൃഷ്ണന്റെ വിഗ്രഹം അതേപോലെ തന്നെ. അത് ചിലപ്പോ ചില സാധനങ്ങളുണ്ട് നമ്മൾക്കായിട്ട് വെച്ചതായിരിക്കും. അത് നമ്മൾ ആദ്യം കണ്ടാൽ നമ്മൾ അത് ശ്രദ്ധിക്കില്ല, അവസാനം പോയി വീഴുക അതിൽ തന്നെയായിരിക്കും. അത് ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നില്ലേ, നമുക്കായിട്ട് എന്തായാലും അവിടെ ഉണ്ടാവും. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ. അത് ലൈഫിൽ എല്ലാ കാര്യങ്ങളായാലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. മെറീനെ കിട്ടിയതും അങ്ങനെ തന്നെയാണ്. മെറീനെ ഞാൻ ആദ്യം കണ്ടു, നമ്മൾ രണ്ടുപേരും കണ്ടു. നമ്മുടെ കല്യാണം ആദ്യം ജാതകം അത് ഇതെന്നൊക്കെ പറഞ്ഞു കുറെ പ്രശ്നങ്ങളൊക്കെ ആയി, നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ മെരിക്ക് വേണ്ടി ഞാൻ ചെക്കനെ തേടി, എനിക്ക് വേണ്ടി അവൾ പെണ്ണിനെ തേടി, മാട്രിമോണിയില അങ്ങനെയൊക്കെ. നമ്മളെ കല്യാണം ഒരു വർഷത്തോളം നീണ്ടുപോയി. പിന്നെ നമുക്ക് തോന്നി നമ്മൾ തന്നെയാണ് കല്യാണം കഴിക്കേണ്ട ആള്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. ഇത് അറേഞ്ച് മാരേജ് ആണ്, ലവ് മാരേജ് അല്ല. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ലവ് മാരേജ് ആണ് തെറ്റിദ്ധരിക്കുന്നത്. അതെ, ആൾക്കാർ അധികം വിശ്വസിക്കുന്നത് നമ്മുടെ ലവ് മാരേജ് ആണ്, ലവ് മാരേജ് അല്ല. പിന്നെ അടുത്ത ഇത് ഡൈനിങ് ടേബിൾ ഒരു 8 പേർക്ക് 10 പേർക്ക് ഇരിക്കാം. ആക്ച്വലി 4 4 2 8 അങ്ങനെ 10 പേർക്കാണ്. പക്ഷെ നമ്മളിപ്പം 8 ചെയർസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ഫുൾ മറ്റേ ഇമ്പോർട്ടഡ് ടേബിൾ ആണ്. ടേബിളും ചെയറും ഇമ്പോർട്ടഡ് ആണ്. അതിൻ്റെ ഒരു കളറൊക്കെ ഇഷ്ടപ്പെട്ടപ്പോഴന്നെ ഇതൊക്കെ സെലക്ട് ചെയ്തത് നമ്മുടെ മോട്ടീഫ് കെൻസ് ബിൽഡേഴ്സ് ആണ്, അവർ തന്നെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മൾ സ്റ്റക്കായി പോയൊരു. കാരണം
നമ്മൾ അവിടെ വലിയ വിൻഡോസ് കൊടുത്തു, കൃഷ്ണനെ കൊടുത്തു, പിന്നെ വലിയ ലൈറ്റ്സ് കൊടുത്തു, ഇവിടെ ലൈറ്റ്സ് കൊടുത്തു, വലിയ ഷാൻഡിയേഴ്സ് ആണ് എല്ലായിടും വെച്ചിട്ട്. അപ്പം എഞ്ചിനീയർ പറഞ്ഞു ഇതെല്ലാവരും ഇത്രയും എലമെൻറ്റ്സ് കയറ്റിക്കഴിഞ്ഞാൽ ഒരു മ്യൂസിയത്തൊക്കെ ഏരിയ പോലെ ആൾക്കാർക്ക് തോന്നും, പിന്നെ നമുക്കത് കണ്ണിന് ഒരു അരോചകമായി തോന്നും. എവിടെയെങ്കിലും ഒരു സിമ്പിൾ സാധനം കുറച്ച് അങ്ങനെ. അപ്പം എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ എനിക്കെല്ലാം വൈബ്രന്റ് ആവണം, എല്ലാം വലിയ വലിയ സാധനങ്ങൾ. ഇവിടെ എന്തോ ഒരു കാർവിംഗ് കൊടുക്കാൻ വലിയൊരു കാർവിംഗ് കൊടുക്കാൻ പോയതാണ്. അപ്പം ഒരു ദിവസം നമ്മളുടെ എഞ്ചിനീയർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സേവർ ഇതാണ്, ഈ 3 ഫോട്ടോ കമ്പൈൻ ചെയ്ത് വെച്ചാണ്. അപ്പം അത് കണ്ടിട്ട് ഇത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഫോട്ടോ ഫ്രെയിം ഇവിടെ വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മില്യോന് ഡെലിവറി ചെയ്തിട്ട് വിതിൻ 15 ഡേയ്സിനുള്ളിൽ എടുത്ത ആദ്യത്തെ ഫോട്ടോ ആണിത്. ഈ ഫോട്ടോ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോ. ഈ ഫോട്ടോയിൽ ഞാൻ ഓരോരോ മീനിങ് ആക്ച്വലി വെച്ചിട്ടുണ്ട്. കേൾക്കണോ? നീ ആ ഫോട്ടോ എല്ലാം മുഴുവൻ നീ ഇതിനെ ഒന്ന് നെറേറ്റ് ചെയ്. ഈ ഓരോരോ ഫീൽ ഇതിൽ 3 ഫോട്ടോസിലും 3 ഫീലിങ്സ് ഉണ്ട് അല്ലേ? കാണുന്നില്ല, മനസ്സിലായോ? ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് ഇതിലൊരു കണ്ടന്റ് എന്തായിരിക്കും ഇതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു നോക്കിയാൽ എല്ലാം ഡീപ്പായിട്ടൊന്ന് നോക്ക്. ഇത് ഫാദർ ആയതിന്റെ ഫീലിംഗ് അല്ലേ? അത് മദർ ആയതിന്റെ ഫാദർ ആയതിന്റെ ഫീലിംഗ് പോവാണെന്ന്. എടാ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ കുഞ്ഞല്ലേ അത്, അപ്പൊ ഫാദറും മദറും അല്ലേ? എന്നാലും ആദ്യം ആ ഒരു ഇമോഷൻ അങ്ങനെയല്ല, ആക്ച്വലി അങ്ങനെയല്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോയിന്റ്. ഓക്കെ, ഇത് നോക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മിലിയോ ഇപ്പൊ കണ്ണ് തുറന്നിരിക്കുന്ന സമയമാണ്. അത്രയും റിലാക്സ് ആയിട്ട് അമ്മയുടെ കുഞ്ഞിന്റെ ഒരു ബോണ്ട് അതിൽ നമുക്ക് കാണാൻ പറ്റും. നോക്ക്, അമ്മ കുഞ്ഞിന്റെ നെറുകയില് ഉമ്മ വെക്കുകയാണ്. അപ്പൊ കുഞ്ഞ് അത്ര റിലാക്സ് ആയി. ലോകത്തില് ഏറ്റവും കൂടുതൽ എന്താണ് കുട്ടികൾ റിലാക്സ് ആവുന്നതും അമ്മയും കുഞ്ഞിനുള്ള ബന്ധമാണല്ലോ. ആ ഒരു എന്താണ് പൊക്കിൽ കൊടി ബന്ധം. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രയും കണക്റ്റഡ് ആണ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത്. ഓക്കെ, റിലാക്സ് ആയി, അവൻ വളരെ കാമായിട്ടിരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുമ്പം കുഞ്ഞ് ആ ഒരു ചെറുപ്രായത്തിൽ അവന്റെ എല്ലാ പരാതികളും അച്ഛനോടും അമ്മേനോടും പറയുന്നൊരു സിറ്റുവേഷൻസ് നോക്കിയേ. അച്ഛനും അമ്മയും സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞെന്നാ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാതുകൂർപ്പിച്ചിരിക്കും. അവന്റെ എന്തോ പരാതി അവൻ കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം മക്കൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക അവരുടെ അച്ഛനും അമ്മയും ആയിരിക്കുമല്ലോ ലോകത്തിൽ. അപ്പൊ ആ ഒരു ഫീലിങ്സ് ആണ് ഇവിടെ. നെക്സ്റ്റ് അവിടെ ചിരിക്കുന്നോ? അല്ല, ഞാൻ പറയുമ്പോ കണക്ട് ആവുന്നില്ല. അടുത്ത എന്നാ നീ പറയും. ഇത്ര ഞാൻ പറഞ്ഞു, ഇനി അടുത്ത നീ പറയും. അച്ഛൻ്റെ ഉള്ളംകൈയിൽ അത്രയും റിലാക്സ്. അതാണ് ഈ 3 ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ നോക്കി അവൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നത്, അത്രയും സേഫ് ഫീൽ ചെയ്യുന്നത് അവിടെയല്ലേ. കാരണം ഞാൻ മിലിയോ ജനിച്ചപ്പോ മിലിയോനെ അപ്പൊ അത്രയും എങ്ങനെ ഉറങ്ങിയാലും അച്ഛൻ കൈവിടാത്ത അച്ഛൻ, അങ്ങനെ ഒരു ഫീലിംഗ്. അതാണ് അവൻ അത്രയും റിലാക്സ് ആയിട്ട് ഉറക്കത്തിൽ നിൽക്കുന്ന ഒരു ഇതാണ് അച്ഛൻ്റെ സ്നേഹം. ഇപ്പോൾ നമ്മൾ പറയുമ്പം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബന്ധമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെയാണ് അച്ഛനും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അച്ഛൻ പ്രസവിക്കുന്നില്ലെങ്കിലും അച്ഛനും കുഞ്ഞുങ്ങളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടല്ലോ എന്തായാലും. കുഞ്ഞിന്റെ അല്ലേ കുത്തും ചിരിക്കണം. അപ്പൊ അതാണ് ആ ഒരു കണക്ഷൻ. അങ്ങനെ ഈ 3 ഫോട്ടോനും അത്രയും വലിയൊരു മീനിങ്. എനിക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നീ ചിരിച്ചോണ്ട് ഞാൻ ചെയ്യുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലത്ത് നമ്മുടെ ഈ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ. ഓപ്പൺ കോർട്ട്യാർഡ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരു നാച്ചുറലി കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഡൈനിങ്ങിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നമ്മുടെ ഡൈനിങ്ങിന്റെ തൊട്ടടുത്തായിരിക്കും വാഷ് ബേസിൻ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്തു, ആ വാഷ് ബേസിൻ പുറത്ത് കൊടുത്തു. ഇവൺ ഇപ്പം മഴയായാലും വെയിലായാലും കാറ്റായാലും ഉച്ചയായാലും ഒക്കെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഒരു നാച്ചുറൽ സ്റ്റോണൊക്കെ വെച്ചിട്ട്, ഇത് തായ്ലൻഡ് ഓടാണ് കേട്ടോ, നോർമൽ ഓടല്ല. അപ്പം നമുക്ക് മഴയത്തൊക്കെ ആ നൊസ്റ്റാൾജി തന്നെ ഫീൽ ചെയ്തിട്ട് ഇവൻ ഇത് തുറന്ന് നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ ഡൈനിങ് ഏരിയയിലും കിട്ടും. ഡൈനിങ് ഏരിയ എപ്പോഴും നമ്മൾ കാണുന്നത് ഉള്ളോട്ടായിരിക്കും അല്ലേ, ഒരു ലൈറ്റ്സ് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇത് നമുക്ക് ഡൈനിങ് ഏരിയയിലും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. നമ്മൾ നേരെ വരുന്നു, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ തിന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇത് പറ്റുമല്ലോ. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ മുഖമെല്ലാം നോക്കി ഒന്ന് കൈയൊക്കെ കഴുകി ഒന്ന് സെറ്റപ്പായി കൈ കഴുകി ഇവിടെ വരാം. പിന്നെ ഈവനിങ് ടൈമിൽ നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ ഇവിടെ അവിടെ ഒരു ടേബിൾ വരാനുണ്ട്. ടീ ടേബിൾ. ഞാൻ മിലിയോന് ഫുഡ് കൊടുക്കുന്ന ഇവിടെ ഇരുന്നിട്ടാ. മിലിയോ ഭയങ്കര ഇഷ്ടം ഇവിടെ ഇരിക്കാൻ.
ഇവിടുന്ന് ഫുഡൊക്കെ ഇതും ഫീഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇപ്പൊ നമ്മളെ കാലിൽ നല്ലൊരു തണുപ്പ്, നല്ല നട്ടുച്ചയാണ്, നല്ല ചൂടുള്ള സമയം. പക്ഷെ ഇവിടെ ചൂടില്ലല്ലോ. ഇല്ല, ആ. അപ്പം ഇവിടെ നല്ല ഉറങ്ങാൻ തോന്നുന്നു വൈബ്. ഇവിടെ ആക്ച്വലി ഭയങ്കര തണുപ്പാ. ഒന്നാമത് മാവുണ്ട്. ഈ മാവ് കണ്ടോ, ഇത് നമ്മൾ വെട്ടിയില്ല. ഇതിന് അങ്ങനെ തന്നെ അവര് നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ ഒരു ബുദ്ധിയാണത്. അവര് പറഞ്ഞു നമുക്കിത് വെട്ടാതെ തന്നെ നമ്മുടെ കോർട്ട്യാർഡിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വെക്കാം. അപ്പം നമ്മൾ ഈ ഒരു പറമ്പ് എടുത്തപ്പം ഈ ഒറ്റൊരു മരം ഉണ്ടായത്. ആ മരം നമ്മൾ വെട്ടണ്ടെന്ന് പറഞ്ഞു. വേറെ ഒരു മരം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു മരം വെട്ടണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വെട്ടിയില്ല. അങ്ങനെ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മള് കോർട്ട്യാർഡ് നിർമ്മിച്ചു. പക്ഷെ ഇത് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വാഷ് ബേസിൻ വരുമ്പോൾ ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ പോയി കൈ കഴുകുമ്പോൾ ചില ആളുണ്ടാവില്ല ഫുഡ് കഴിച്ചപ്പോൾ അതന്നെ ചില ആൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. എനിക്കിഷ്ടമില്ല. അപ്പം അതൊന്നും നമുക്ക് ഫീൽ ആവില്ല. പിന്നെ അതന്നെ ആ ഭക്ഷണം കഴിക്കുന്ന അടഞ്ഞ് ഭക്ഷണം കേൾക്കാണ്ട് ഇവൻ രാത്രി ആയാലും നമുക്ക് അതേ വൈബില് ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കിണർ അവിടെ ഉണ്ട്, നമ്മുടെ പ്യൂരിഫയറും കാര്യങ്ങളും വേസ്റ്റ് മാനേജ്മെന്റും മഴ സംഭരണിയും എല്ലാം നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തു. ഇവൻ നമ്മുടെ മഴവെള്ളമാണ് പ്യൂരിഫൈ ചെയ്തിട്ട് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്തിട്ടാണ് അകത്തേക്ക് വരുന്നത്. മഴവെള്ളം നമുക്ക് നഷ്ടാവില്ല. മഴവെള്ളം നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെക്കും, അതിനുള്ള സ്റ്റോറേജ് ഉണ്ട്. അതൊക്കെ എഞ്ചിനീയറിന്റെ ഭയങ്കരമായ ബുദ്ധിയിൽ ചെയ്ത കാര്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ കേട്ടോ. നമുക്ക് ഇത്രയും സ്ഥലമുള്ളൂ. ആ സ്ഥലം നമ്മൾ ഒരു സ്ഥലം പോലും വെറുതെ ഒഴിച്ചു വിടാണ്ട് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് വീട്ടിന്റെ ഒരു ഭാഗമാക്കി. അതാണ് മെയിൻ. Inji, my meal partner.